हरि ओम श्री गुरुभ्यो नमः। ओम हरि श्री गणपते नमः। अविघ्नमस्तु श्री गुरुभ्यो नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। ओम श्री महात्रिपुरसुन्दर्यै नमः। सौन्दर्यलहरी मङ्गलश्लोकम्। सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय യതിരാജായതേ നമഃ. അമ്മയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 75-ാമത്തെ ശ്ലോകം. അവിടെ അമ്മയുടെ മുലപ്പാലിനെ പറ്റിയാണ് വർണ്ണിക്കുന്നത്. അത് പാനം ചെയ്ത കവികളായുള്ളവരാ. തവസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയദഃ പയപ്പാരാവാര പരിവഹതി സാരസ്വതമിവ ദയാവത്യാ ദത്തം ദ്രവിഡശിശുരാസ്വാദ്യ തവ യദ് കവീനാം പ്രൗഢാനാം അജനികമനീയ കവൈതാം. തവ സ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയദഃ പയഃ പാരാവാരഃ പരിവഹതി സാരസ്വതം ഇവ ദയാവത്യാ ദത്തം ദ്രവിഡശിശു ആസ്വാദ്യ തവ യത് കവീനാം പ്രൗഢാനാം അജനി കമനീയ കവൈത. ഹേ ധരണിധര കന്യേ, അല്ലയോ പാർവതീദേവി, പർവ്വതത്തിൻ്റെ പുത്രിയാണല്ലോ ഭഗവതി. അപ്പോൾ ധരണിധര കന്യേ, അല്ലയോ പാർവതീദേവി, പർവ്വത മഹാരാജാവിൻ്റെ പുത്രി. തവ നിന്തിരുവടിയുടെ സ്തന്യം മുലപ്പാല് ഹൃദയദഃ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ നിന്ന് പയഃ പാരാവാരം അമൃതപ്രവാഹമോ സാരസ്വതം ഇവ സരസവാക് സ്വരൂപ സരസ്വതീമയമോ എന്ന് തോന്നുമാറ് പരിവഹതി. സാരസ്വത ഘൃതത്തെ പറ്റിയെല്ലാം നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അത് കുടിച്ചാൽ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ല ബുദ്ധിവിശേഷങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു. അതുപോലെ അത് അങ്ങനെ പരിവഹതി പ്രവഹിക്കുന്നു ഇതി മന്യേ എന്നു ഞാൻ വിചാരിക്കുന്നു. ശങ്കരാചാര്യർ പറയുകയാണ്, യത് യാതൊരു കാരണത്താൽ ദയാവത്യ കാരുണ്യവതിയായ ത്വയാ നിന്തിരുവടിയാൽ ദത്തം ദാനം ചെയ്യപ്പെട്ടതായ തവ അങ്ങയുടെ യത് യാതൊരു സ്തന്യത്തെ ദ്രവിഡ ശിശു ദ്രവിഡബാലൻ ആസ്വദിച്ചിട്ട് പ്രൗഢന്മാരായ കവീനാം കവികളിൽ വെച്ച് കമനീയ മനോഹരമായ കവിതാകർത്താവായിട്ട് ഭവിച്ചു. ഇവിടെ പറയുകയാണ്, കാളിദാസ മഹാകവി കാളിദേവിയുടെ സ്തന്യപാനം ചെയ്തിട്ടാണ് പെട്ടെന്ന് തന്നെ കവിയായി മാറിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ശങ്കരാചാര്യരും ഈ ഭഗവതിയുടെ സ്തന്യം പാനം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ശങ്കരാചാര്യരായി മാറി. സൗന്ദര്യലഹരിയുടെ കർത്താവാണ്, അങ്ങനെ പല സ്തോത്രങ്ങളുടെയും കർത്താവാണ്. ഭഗവത്ഗീത, അങ്ങനെ പലതും ശങ്കരാചാര്യർ ഉപനിഷത്ത് അത് ഒക്കെ രചിച്ചിട്ടുണ്ട്. അതിനൊക്കെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അല്ലയോ പർവ്വതനന്ദിനി, നിന്തിരുവടിയുടെ മുലപ്പാല് അമൃതസമുദ്രമോ അതോ സരസവാക്കുകളെ നിർമ്മിക്കുന്ന സാരസ്വത വിദ്യയോ എന്ന് തോന്നുമാറ് ഹൃദയത്തിൽ നിന്ന് പ്രവഹിക്കുന്നുവെന്ന് ഞാൻ ശങ്കിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കാരുണ്യവതിയായ നിന്തിരുവടിയാൽ ദാനം ചെയ്യപ്പെട്ട യാതൊരു മുലപ്പാൽ കുടിച്ചിട്ട് ദ്രവിഡബാലൻ പ്രൗഢന്മാരായ കവികളിൽ വെച്ച് ഏറ്റവും മനോഹരമായ കവിതകളുടെ കർത്താവായി ഭവിച്ചുവല്ലോ. ശങ്കരാചാര്യർക്ക് തന്നെ സൗന്ദര്യലഹരി എന്ന സ്തോത്രം എഴുതാൻ ഭാഗ്യമുണ്ടായി, അങ്ങനെ പലതും എഴുതാൻ ഭാഗ്യമുണ്ടായി എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അമ്മയുടെ മുലപ്പാലിൻ്റെ വിശേഷതയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹരിയോ ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാചാം മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി.
ഓം ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.